5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മന്ധര. ഒരുപക്ഷെ രാമായണത്തിൽ മന്ധര ഇല്ലായിരുന്നുവെങ്കിൽ അയോധ്യ കാണ്ഡം കൊണ്ട് രാമായണം അവിടെ തീരുമായിരുന്നു. ഇപ്പോഴും മന്ധരമാർ ധാരാളമുണ്ട്. ഒരു പരിധിവരെ മന്ധരമാർ തന്നെയാണ് ഭൂമിയെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാം സുഖസമൃദ്ധമായിരുന്നാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ്? വെല്ലുവിളികൾ നിറഞ്ഞതാവില്ല. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവിടെ മന്ധര രാമായണത്തിലൂടെ വാൽമീകി മന്ധരയെ അവതരിപ്പിക്കുമ്പോൾ ശരിക്കും അവർ കൈകേയിയുടെ തോഴിയായി നിൽക്കുന്നു. നിങ്ങൾ വലിയ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൊരു തോഴിയാണ്, സാധാരണ തോഴിയല്ല. ചിലപ്പോഴൊക്കെ കൈകേയി ഉപദേശിക്കും. അങ്ങനെ ഒരു കഥാപാത്രത്തെ വാൽമീകി അവതരിപ്പിക്കുന്നത് രാമായണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. യൂദാസ് ഇല്ലെങ്കിൽ യേശു ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ യൂദാസാണോ യേശുവാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ യൂദാസ് എന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ രാമായണത്തിൽ സീതയാണോ മന്ധരയാണോ കഥയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും മന്ധരയാണ്. പട്ടാഭിഷേകം നടക്കുന്ന രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്ന രാജ്യമാകെ ആഘോഷത്തിലാണ്. അപാലവൃത്ത ജനങ്ങളും സന്തോഷത്തിലാണ്. നീതിമാനും ധർമ്മിഷ്ഠനുമായ രാമൻ അയോധ്യയുടെ രാജാവാകാൻ പോകുന്നു. എല്ലാവരും ആവേശത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ പട്ടാഭിഷേകത്തോടുകൂടി അയോധ്യ കാണ്ഡത്തോടുകൂടി രാമായണം തീരേണ്ടതല്ലേ? പട്ടാഭിഷേകം കഴിഞ്ഞാൽ പിന്നെന്താണ് പറയാനുള്ളത്? അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. അസുരന്മാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ദശരഥൻ 2 വരം കൈകേയിക്ക് കൊടുക്കുന്നു. ആ 2 വരവും കൃത്യസമയത്ത് ചോദിക്കണമെന്ന് മന്ധര കൈകേയിയെ ബോധ്യപ്പെടുത്തുന്നു. അതായത് രാമൻ രാജാവായാൽ ഭരതനും ലക്ഷ്മണനും സ്ഥലത്തില്ലാത്ത സമയത്താണ് രാമൻ്റെ പട്ടാഭിഷേകം തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് രാമൻ രാജാവായാൽ പിന്നെ ഒരു കാലഘട്ടത്തിലും ഭരതന് രാജാവാകാൻ കഴിയില്ല എന്നുള്ള കുത്തിത്തിരിപ്പ് കൈകേയിയുടെ മനസ്സിൽ കുത്തിവെക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് പറയുമ്പോൾ കൈകേയി പറയുന്നു, രാമനും എൻ്റെ മകനാണ്. എൻ്റെ മകനേക്കാൾ, സ്വന്തം മകനേക്കാൾ വലിയ രീതിയിലാണ് ഞാൻ കാണുന്നത് രാമനെ. അതുകൊണ്ട് തന്നെ രാമൻ്റെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ, സ്വന്തം മകൻ്റെ പട്ടാഭിഷേകമാണെന്ന് പറയും. അപ്പോൾ കൈകേയി ഇതൊക്കെ പറയുമ്പോൾ മന്ധര പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാണ്. രാമൻ രാജാവായാൽ, രാമൻ മരിച്ചു പോയാൽ, രാമൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സീതയാണല്ലോ. സീത കഴിഞ്ഞാൽ അടുത്ത മകൻ അല്ലെങ്കിൽ അടുത്ത പരമ്പരയപ്പെടുന്ന ആളും രാജാവാകും. ഒരു കാരണവശാലും ഭരതന് രാജാവാകാൻ കഴിയില്ല. കൈകേയിയുടെ മനസ്സിൽ രാജാധികാരത്തിൻ്റെയും മകന് കിട്ടുന്ന പദവിയുടെയൊക്കെ കുത്തിത്തിരിപ്പുകൾ നന്നായി കുത്തിവെക്കുമ്പോൾ കൈകേയി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ പട്ടാഭിഷേകം നടക്കുന്ന ഈ തലേ ദിവസം അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും, രാജകീയ ഒരുക്കങ്ങളും നടത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഭരതനെ രാജാവാക്കുന്ന കാര്യം പറയാൻ പോകുന്നത്? അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു മന്ധരയെ വഴക്ക് പറയുന്നു. അപ്പോൾ മന്ധര പറയുന്നു, എന്നെ വഴക്ക് പറയാൻ വരട്ടെ, ഞാനൊരു കാര്യം നിങ്ങളുടെ സഹായത്തിന് വേണ്ടി പറയുന്നല്ലേ. അപ്പോൾ ചോദിക്കുക, എന്താണ് പ്രശ്നം? നിങ്ങൾ 2 വരം വാങ്ങിയിട്ടുണ്ടല്ലോ, ആ 2 വരം ഇപ്പോൾ ചോദിക്കണം. 1, 14 വർഷത്തേക്ക് രാമനെ കാട്ടിലേക്ക് അയക്കണം. 2, ഭരതനെ രാജാവാക്കണം. ഈ 2 വരങ്ങളും നിങ്ങളിപ്പോൾ ചോദിക്കണം. ദശരഥൻ രാജാവാണ്, നീതിമാനാണ്. വരം തന്നാലൊക്കെ അതുപോലെ നടപ്പിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ചോദിക്കണം. മനസ്സില്ലാ മനസ്സോടെ കൈകേയി ചെന്ന് ചോദിക്കുന്നു. ദശരഥനും വല്ലാതെ വിഷണ്ണനാകുന്നു. പക്ഷെ അപ്പോൾ രാമനാണ് പറയുന്നത്, പിതാവിൻ്റെ വരം പിതാവ് കൊടുത്ത വരങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. അത് രാജാധികാരത്തിന് ആവശ്യമുണ്ട്, രാജനീതിക്ക് ആവശ്യമുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് ഭരതൻ വല്ലാതെ ചൂടാവുന്നുണ്ട്. സ്ത്രീ ആയിപ്പോയി എൻ്റെ അമ്മ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ തന്നെ കൊല്ലുമായിരുന്നു. സ്ത്രീകളെ കൊല്ലുന്നത് രാജനീതിക്കെതിരാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ തന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് ഭരതൻ പറയുന്നു. അവിടെ എല്ലാം ഒരു കലങ്ങുന്നുണ്ട്. കൊട്ടാരത്തിൽ വലിയ ചർച്ച നടക്കുന്നു. വാർത്ത നാടാകെ പരക്കുന്നു. രാമൻ കാട്ടിലേക്ക്, ഭരതൻ രാജാവാകുന്നു. വലിയ ചർച്ചയാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള വളരെ അതിവൈകാരികമായ നിമിഷങ്ങൾ രാമായണത്തിൽ കൊണ്ടുവച്ചത് വാൽമീകിയാണ്.
അങ്ങനെ ഒരു കഥാപാത്രത്തെ മന്ദരയെ അവതരിപ്പിച്ചപ്പോൾ രാമായണത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ അല്ലെങ്കിൽ പൂർണ്ണതയിലുള്ള രാമായണം നമുക്ക് ലഭിക്കുവാൻ ഇടയായി. രാമായണത്തിനപ്പുറം ഇന്നും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് മന്ദരമാർ തന്നെയാണ്. ശുഭസൂചകമായ ജീവിതം എങ്ങും എത്താറില്ല, അതൊരു വഴിക്കങ്ങ് നിൽക്കും. സുഖമായി എല്ലാവരും സുഖമായി കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്രയില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും എല്ലാം ചേരുന്നതാണ്. പകയും അധികാരത്വരയും എല്ലാം കൂടി വരുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. അങ്ങനെ വരുന്നിടത്ത് മന്ദരമാർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയൊക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടി മന്ദരമാർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രമായി, എത്ര ദുഷ്ടത്തരം കാണിച്ച ഒരു സ്ത്രീയാണെങ്കിലും മന്ദരയുടെ രംഗപ്രവേശം വളരെ മനോഹരമായി നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോഴും എപ്പോഴും മന്ദരമാർ തന്നെയാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്.